ഗൈസ് വെൽക്കം ബാക്ക് ടു എപ്പിക് ജീൻസ്. അപ്പൊ ഇന്നത്തെ വ്ളോഗില് കാലത്ത് ഇവിടെ കുറച്ച് പരിപാടി നടന്നിട്ടുണ്ടായി. അത് നമുക്ക് എന്തായാലും പറയാം. അപ്പൊ ഇന്ന് ഞാന് കുറച്ച് എക്സ്ട്രാ ഡ്യൂട്ടികൾ ഡിസൈൻ ചെയ്യാൻ 70 GB വീഡിയോസ് ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ട്, ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് സൈഡ് ആക്കണം. അതാണ് ആദ്യത്തെ പരിപാടി. അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ മാനേജ് ചെയ്യുന്ന സോഷ്യൽ മീഡിയാസിന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് സെറ്റാക്കി വെക്കണം എന്നുള്ളതാണ്. പിന്നെ ഞാനൊരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് അതിന്റെ പഠിക്കാനുണ്ട്, കുറച്ച് റീൽസും ഷൂട്ട് ചെയ്യണം, അതും സെറ്റ് ചെയ്യണം. അപ്പൊ അതാണ് ആദ്യത്തെ ടാസ്ക്. അപ്പം ഇന്നത്തെ ആദ്യത്തെ പരിപാടി എഡിറ്റിംഗ് ഒട്ടുമിക്ക ഞാൻ തീർത്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ നൈസായിട്ടൊന്ന് ലൈവ് പോയി. നമ്മുടെ ചാനലിൽ 210 സബ്സ്ക്രൈബേഴ്സ്. മുടി വെട്ടാൻ വേണ്ടി പോവാണ്. മുടി വെട്ടാൻ പറ്റോ ഇല്ല എന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും പോയി നോക്കാം. മുടി വെട്ടാൻ പോയിട്ട് മുടി വെട്ടിയില്ല ഗൈസ്. കാര്യം വേറെ ഒന്നല്ല, അത് അടച്ചുപോയി, 2 കടി അടച്ചു. വന്ന വഴിക്ക് കിഡിലൻസിക്ക് ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് പോലത്തെ ഒരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായി. ഇത് നമ്മുടെ അടുത്ത ദിവസമാണ്. അപ്പൊ കട തുറക്കാൻ എനിക്കാണ് ഇന്ന് ഡ്യൂട്ടി കിട്ടിയത്. അപ്പോൾ ഇത് മൊത്തം നമ്മളെടുത്ത് പുറത്ത് വെക്കണം, എന്നിട്ട് കട തുറക്കണം. കട തുറന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അപ്പച്ചൻ വന്നു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി. അതായത് കട തുറക്കുക, കുറച്ച് നേരം അവിടെ നിൽക്കുക, അതായിരുന്നു അവിടുത്തെ പരിപാടി. ഇത് അപ്പച്ചന് നേരം വൈകിട്ട് വരാനേ പറ്റി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചുക്കുടു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുക്കുടുവിൻ്റെ ഒപ്പം കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കടയുടെ അടുത്തുള്ള ചേച്ചി അബ്രോഡിൽ നിന്ന് വന്നിട്ടുണ്ടായി. അപ്പം അമ്മയ്ക്ക് കുറേ മിഠായി കൊടുത്തിട്ടുണ്ടായി. അതിൽ നിന്നൊരു മിഠായി ഞാൻ എടുത്ത്. ഓറിയോ ആണ്, നല്ല കിടില സാധനം കേട്ടോ. ഇതിൻ്റെ പുറത്ത് ഉള്ള അടിപൊളി ചോക്ലേറ്റാണ്. പിന്നെ ഉള്ളിലുള്ളത് നമ്മുടെ ഓറിയോ ക്രഷ് ചെയ്തത്. സംഭവം അടിപൊളിയായിരുന്നു. ചുക്കുടുവിനൊക്കെ ഭയങ്കരമായിട്ട്. ട്രെയിൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേ ഒരൊറ്റ വ്ളോഗ് മര്യാദയ്ക്ക് എടുത്തിട്ടുള്ളൂ. ബാക്കി ഫുൾ എഡിറ്റിങ്ങും അതിൻ്റെ വർക്കും ഒക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് പണികളുണ്ടായി. സോ അതൊക്കെ കാണിച്ചു തരാം. നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് മരം നട്ടിട്ടല്ലേ തുടങ്ങി. ആ മരത്തിനെ ഒന്ന് റീപ്ലാന്റ് ചെയ്തു. പിന്നെ കുറച്ച് പരിപാടി ചെയ്തു, കാണിച്ചു തരാം. ഇവിടെയും അവിടെ ആയിട്ടായിരുന്നു നമ്മൾ 2 നട്ടത്. ഒരാളെ ഇവിടെ പ്ലേസ് ചെയ്തു, ഇവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ കൊണ്ടുവച്ചു. നമ്മുടെ വാഴകളൊക്കെ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുക കുഞ്ഞു വാഴകളല്ലേ, പക്ഷെ അതൊക്കെ വലുതായി. നമ്മൾ ചുക്കുടുവിൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതൊക്കെ കുഞ്ഞു വാഴകളായിരുന്നു. ബട്ട് ഇതൊക്കെ ഇപ്പോൾ വലുതായി. അടുത്തത് ഇവിടെ പ്ലേസ് ചെയ്തു വാഴകളുടെ ഇടയിൽ. ഇതായിരുന്നു നമുക്ക് വാഴയ്ക്ക് സ്പൈഡർമാൻ വള്ളി കൊടുത്തു. ഇതൊക്കെ കണ്ടോ, മറിഞ്ഞു വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിറ്റോസാണ് ഞാൻ അങ്ങനെ മുടി വെട്ടിയത്. അങ്ങനെ ഈ ഒരു വ്ളോഗും ഇവിടെ വെച്ച് തീർന്നു. ഇനി അടുത്ത ദിവസത്തെ വ്ളോഗ് ഡേ 3 ആണ് വ്ളോഗ്. അപ്പോൾ ഡേ 3 കട തുറക്കാൻ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കട തുറക്കാൻ വേണ്ടിയിട്ട് പോയി. അതായത് കാലത്ത് ലൈറ്റ് മഴ ഉണ്ടായതുകൊണ്ട് തന്നെ റെയിൻകോട്ടൊക്കെ ഇട്ടു. പക്ഷേ അപ്പോഴേക്കും മഴയൊക്കെ പോയി. അപ്പോൾ ഞാൻ അത് ഊരാൻ നിന്നില്ല. നല്ല അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ മഴ ആ ഒരു സമയത്ത് കടയ്ക്ക് പോയപ്പോൾ അത് എന്തായാലും കൊള്ളായിരുന്നു. അപ്പം അങ്ങനെ ആദ്യം തന്നെ കടയുടെ ഉള്ളിലുള്ള പെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ച് അങ്ങനെ കാലത്തെ പരിപാടി കഴിച്ച് തിരിച്ചു വന്നപ്പോൾ കുറച്ചും കൂടെ വയ്യാണ്ടായി ഞാൻ. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ആയിരുന്നു കുറച്ചുകൂടി അധികം വയ്യായ. അങ്ങനെ ഞാൻ വയ്യായൊക്കെ മാറാൻ വേണ്ടി കുറച്ച് എടുത്തുള്ള ബാത്റൂം അറ്റാച്ച്ഡാ. ഇതിങ്ങനെ ഇട്ടില്ലെങ്കിൽ മണം വരും, സ്മെല്ല് വരും. പിന്നെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല ഏത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ. നമ്മളെ കഴിഞ്ഞ വ്ളോഗ് കണ്ടില്ലേ, ആ വ്ളോഗ് എടുത്ത് അന്ന് ഞാൻ കിടപ്പിലായതാണ്. മറ്റേ ഒരു 11-12 മണിയായപ്പോൾ ഞാൻ ബെഡിൽ കിടന്നതാണ്. രാത്രി 12 മണിയായി എണീറ്റപ്പോൾ. ഏകദേശം ഒരു 12 മണിക്കൂറോളം ഞാൻ ബെഡിലായിരുന്നു. അതിനുശേഷം വീണ്ടും അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഒരു 3 ദിവസം നോക്കിയിട്ട് പിന്നെ നമുക്ക് ഓക്കെ ആയില്ലെങ്കിൽ ബ്ലഡ് യൂറിനൊക്കെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മെഡിസിൻ കഴിക്കുമ്പോൾ ഓക്കെ ആവും. അതിൻ്റെ ഡോസ് തീരുമ്പോൾ വീണ്ടും പഴയ പോലെയാവും. സോ ഞാൻ കാലത്ത് അത്യാവശ്യം ഓക്കെ ആയിരുന്നു, പക്ഷേ മെഡിസിൻ ഡോസ് കഴിഞ്ഞപ്പോൾ പോയി. അപ്പോൾ വീണ്ടും ഞാൻ മെഡിസിൻ എടുത്തു. ടാബ്ലറ്റ്സ് ആണുള്ളത്. അങ്ങനെ പനിയുടെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് എനിക്ക് കിവി മേടിച്ചു തന്നു. കിവി അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ടേസ്റ്റ് ഒന്നും അത്ര പോരാ, പക്ഷെ നല്ല ഗുണമുള്ള സാധനം തന്നെയാണ്. അപ്പോൾ നമ്മുടെ എപ്പിക് ജീൻസിൻ്റെ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് തീർത്തുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.